ഇപ്പം ഞാനൊരു ത്രില്ലർ ചെയ്യുന്നു. ഒരു പടം കണ്ടിട്ട് ആൾക്കാർ വന്നിട്ട് പറയും ദൃശ്യം പോലെ അങ്ങ് ആയില്ല. ദൃശ്യം പോലെ ആകാൻ ഞാൻ ദൃശ്യമല്ലല്ലോ ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വലിയ ഷോർട്ട് എടുത്ത് വരട്ടുന്ന കാര്യങ്ങളുള്ള സീരിയസ് അല്ലത്. അപ്പോൾ അതിൽ തന്നെ ഭയങ്കര ഹ്യൂമറായിരുന്നു. പുള്ളി അത് സീരിയസ് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു. ടോട്ടൽ സ്റ്റോറി പറഞ്ഞാൽ മനസ്സിലാവില്ല വിനു എന്ന് പറഞ്ഞായിരുന്നു. അത് ശരി തന്നെയാണ്. ഈ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ജിത്തു സാർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് സിനിമ പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. ലാലേട്ടനെ പറയാനുള്ള കാരണം എന്താണെന്നറിയാം, അദ്ദേഹത്തെ പോലെ ഒരാളുടെ അടുത്ത് പോയി അവിടെ പോയി കുഞ്ഞിട്ടാക്കളി കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ബഹുമാനത്തോടും അത് ലൽസാർ ഇതൊക്കെ പറയും. അതാണ് വ്യത്യാസം. ഞാൻ ഭയങ്കര തമാശക്കാരനാണ്. ശരിക്കും റിയൽ ലൈഫിൽ ജിത്തു ജോസഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യത്തിനാണ്. എപ്പോഴും ഏതൊക്കെയോ സമയത്ത് അറിയാതെ ക്രിമിനലായി മാറുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. തിളക്കം സിനിമ വർക്ക് ചെയ്ത ഒരു സമയത്ത് സലീം കുമാർ ഇവരും എല്ലാവരും പെർഫോം ചെയ്തു. ചില സീൻസ് വന്നപ്പോൾ ഞങ്ങളൊന്നും വലിയ ചിരിച്ചില്ല. ഞങ്ങൾ ചിരിക്കാത്തതിന് ആൾക്കാർ ഭയങ്കരമായിട്ട് കിടന്ന് ചിരിക്കുന്നുണ്ട്. ആ രീതിക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അച്ഛൻ ചെയ്തമാര് ചെയ്യാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ശരിക്കും ആ ഫോട്ടോ എടുത്തപ്പോൾ ഉള്ള ഒരു മറ്റേ മെമ്മറീസ് എന്തായിരുന്നു? L360 ഷൂട്ടിന്റെ സമയത്ത് ഞാൻ സീൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ചെന്നതാണ്. നാളെ എന്താ മോനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വർത്തമാനം പറയുന്നത് അവിടുന്ന് ആരോ ഫോട്ടോ എടുത്തത്. ഇപ്പോഴും ഈ ദിലീപേട്ടനായിട്ട് സംസാരിച്ചപ്പോഴും ഒരു സിനിമേനെ പറ്റിയിട്ട് ഇങ്ങനെ പറയണ്ടായിരുന്നു. ആലോചനയിലുണ്ട്. അപ്പോൾ റാം എന്ന് വരും. പ്രൊഡ്യൂസറോട് ചോദിക്കുക. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ആൻസർ. സോ ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജയൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ഓഗസ്റ്റ് 15 ജിത്തു ജോസഫ് പ്രദാനം ചെയ്യുന്ന നോടക്കുറി തിയേറ്ററിലേക്ക് എത്താണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വി ഹാവ് ബിനു പപ്പു, ജിത്തു ജോസഫ്, കൃഷ്ണകുമാർ ആൻഡ് സൈജു ഗ്രൂപ്പ്. സോ 4 പേർക്കും വെൽക്കം. നിങ്ങൾ 4 പേരും ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു നുണക്കുഴി ആരുടെയും? ഷാറുഖ് ഖാൻ. നല്ല ചിരിയൊക്കെ അല്ലേ? അത് ഈ ശരിക്കുള്ള നുണക്കുഴി എത്രമാത്രം ഫാസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പേരിലേക്ക് വരാൻ വേണ്ടി? അല്ല, ആ നുണക്കുഴിയും ഈ നുണക്കുഴിയുമായി യാതൊരു ബന്ധമില്ല. നമ്മള് ഇത് നുണക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം പറഞ്ഞിട്ട്, നുണ പറഞ്ഞിട്ട് കുഴിയിൽ പോയി ചാടുന്ന ആൾക്കാരുടെ കഥയാണ്. അല്ലാതെ മറ്റേ നുണക്കുഴിയായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഈ ഒരൊറ്റ ബന്ധമുള്ളൂ, ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. പേരിലും ക്യൂട്ട്നെസ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് ക്യാരക്ടേഴ്സ് പറയുന്ന നുണകൾക്കും പ്രശ്നങ്ങൾക്കും ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ഈ മൈ ബോസിന്റെ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായല്ലോ, ഈ ആളുകൾ ചിരിച്ചാ അത് വർക്കാവുന്ന ഒരു ഹ്യൂമറാണ് മൈ ബോസിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ജിത്തു ജോസഫ് സിനിമകൾ എപ്പോ വരുമ്പോഴും ത്രില്ലർ ആണെങ്കിൽ എപ്പോഴും അത് കമ്പയർ ചെയ്യാം, പൊതുവെ താരതമ്യം വരിക ദൃശ്യം അല്ലെങ്കിൽ മെമ്മറീസ് ആയിട്ട്. ഡ്രാമ വരുമ്പോഴത്തേക്കും ഈ ലൈഫ് ജോസൂട്ടിയായിട്ടും അല്ലെങ്കിൽ മമ്മിയമ്മയായിട്ടും. അപ്പോൾ ഈ സ്വന്തം സിനിമകളായിട്ടാണല്ലോ എപ്പോഴും പുതിയ സിനിമകൾ മത്സരിക്കേണ്ടത്. അത് എപ്പോഴെങ്കിലും തോട്ട് പ്രോസസ്സിൽ എപ്പോഴെങ്കിലും ഉണ്ടാവാറുണ്ട്? അല്ല, അത് എന്തിനാന്ന് എനിക്ക് ഇന്നേവരെ മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഞാനൊരു ത്രില്ലർ ചെയ്യുമ്പോൾ ദൃശ്യം വേറെ കഥ, ഇത് വേറെ. ദൃശ്യം 1ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്നത് മനസ്സിലാക്കാം. അല്ലാതെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഈ നുണക്കുഴിയെയും മൈബോസിനെയും തമ്മിൽ കമ്പയർ ചെയ്യും. രണ്ടും രണ്ട് കഥയും രണ്ട് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊമൈസിൽ നടക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കഥകളാണ്. അങ്ങനെ ഒരു കമ്പാരിസന്റെ ആവശ്യം എന്തിനാ? ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നിങ്ങളെ എന്റർടൈൻ ചെയ്തോ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ ഞാനൊരു ത്രില്ലർ ചെയ്യുന്നു. ഒരു പടം കണ്ടിട്ട് ആൾക്കാർ വന്നിട്ട് പറയും ദൃശ്യം പോലെ അങ്ങ് ആയില്ല. ദൃശ്യം പോലെ ആകാൻ ഞാൻ ദൃശ്യമല്ലല്ലോ ചെയ്തു. എനിക്കത് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. അതാണ് എനിക്കത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നുണക്കുഴി എന്ന് പറയുന്നത് ടോട്ടലി വേറൊരു കൈൻഡ് ഓഫ് സിനിമയാണ്. ഞാൻ ഇന്നവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പാറ്റേണിലുള്ള ഒരു ഫൺ സിനിമയാണ്. ഇതിനകത്ത് നിങ്ങൾ വന്ന് വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കണ്ട, വലിയ ലോജിക് ഒന്നും നോക്കാൻ വേണ്ട. കുറച്ച് വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് സ്ട്രെസ്ഡ് ആണെങ്കിൽ വരിക, തിയേറ്ററിൽ വരെ പോപ്കോണൊക്കെ വെച്ച്, അത് നിങ്ങളുടെ സൗകര്യം. നിങ്ങൾ വന്ന് തിയേറ്ററിലിരിക്കുക, 2-2.5 മണിക്കൂർ ഇവർ നിങ്ങളെ എന്റർടൈൻ ചെയ്ത് ഇറക്കി വിടും. ഈ കോ റൈറ്ററിന്റെ റോൾ എന്താ, അല്ല റൈറ്ററിന്റെ റോൾ എന്തായിരിക്കും ഒരു ജിത്തു ജോസ് സിനിമയിൽ? ഇപ്പൊ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് റൈറ്റർ ഉണ്ടെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജാണ്. 2 ബ്രെയിൻ 2 തോട്ട് പ്രോസസ്സിൽ വർക്ക് ചെയ്യുക. ശരിക്കും നുണക്കുഴിയിലേക്ക് വരുമ്പോൾ അതെങ്ങനെ ഏറ്റവും എഫക്റ്റീവ് ആവുക? ചോദ്യം ആരോടാ? 2 പേരോട്. അല്ല, ഇതിനകത്ത് ഒരു ബ്രെയിനേ ഉള്ളൂ വർക്ക് ചെയ്തേക്കുന്നത്. ഇത് ഫുൾ സ്ക്രിപ്റ്റ് പുള്ളിയുടെയാണ്. പുള്ളി കൊണ്ടുവന്ന ഒരു കഥ പറഞ്ഞു, ഒരു സ്ക്രിപ്റ്റ് എഴുതി വന്ന് ഇത് ചെയ്തു. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഇംപ്രവൈസേഷൻസ് ഉണ്ടാവും. ഓരോ ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സിൽ എന്റെ സിനിമയിൽ ആ ഫ്രീഡം ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഹ്യൂമർ സിനിമയ്ക്ക് അത് വളരെ ആവശ്യവുമാണ്. ഇപ്പം കൃഷ്ണകുമാർ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട്. അതിനകത്ത് ചിലപ്പോൾ ഒരു ഡയലോഗ് ഇങ്ങനെ ഒന്ന് മാറ്റി പറയട്ടെ, ഇങ്ങനെ മാറ്റി പറയട്ടെ, അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇത് ചെയ്യും. പക്ഷെ ആസ് എ സ്ക്രിപ്റ്റ് ഒരു സോളിഡ് സാധനമാണ് കൃഷ്ണകുമാർ നമ്മളെ തന്നത്. അതിനകത്ത് ഈ സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, അതിനകത്ത് ഈ സിനിമയുടെ മെയിൻ റോൾ അല്ലെങ്കിൽ മെയിൻ ജോലി ഉണ്ടായിരുന്നത് കൃഷ്ണകുമാറിന് ഇതിനകത്ത് അഭിനയിച്ചവർക്കുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വലിയ ഷോർട്ട് എടുത്ത് വരട്ടുന്ന കാര്യങ്ങളുള്ള സിനിമയൊന്നും അല്ലത്. മനസ്സിലായോ? അത് ശരിക്കും അത് അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റും ഇവരുടെ പെർഫോമൻസും ആണ്.
പിന്നെ അതിനകത്ത് ആസ് എ ഫിലിം മേക്കർ എൻ്റെതായ കൊച്ചു കൊച്ചു ഐഡിയാസും കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ബിച്ചേട്ടനോട് എന്താ ഐഡിയ പറഞ്ഞത് നുണക്കുഴിയിലേക്ക് വരുമ്പോഴത്തേക്കും? എനിക്ക് എൻ്റെ കഥാപാത്രം എന്താണെന്നുള്ളതാണ് പറഞ്ഞു തന്നത്. ടോട്ടൽ സ്റ്റോറി പറഞ്ഞാൽ മനസ്സിലാവില്ല വിനു എന്ന് പറഞ്ഞായിരുന്നു. അത് ശരി തന്നെയാണ്. കാരണം അത് പിക്ചറൈസ് ചെയ്ത് കണ്ടു കഴിഞ്ഞാലേ ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഇത് ഭയങ്കര ഒരു ഊരാക്കുറുക്കാണ്. അതിനെ കൊണ്ട് ബിനുവിൻ്റെ കാര്യം പറഞ്ഞു തരാം. ബിനു അത് മനസ്സിലാക്കി വന്നാൽ മതി. ഓക്കെ, അത് മതി. അല്ല, എന്നോട് കൃഷ്ണകുമാറെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കഥ പറഞ്ഞായിരുന്നു. അപ്പൊ അതിൽ തന്നെ ഭയങ്കര ഹ്യൂമർ ആയിരുന്നു. പുള്ളി അത് സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരുന്നത്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ അത്രയും ആ കണ്ടന്റിൽ സംഭവം ഉണ്ട്, മാറ്റർ ഉണ്ട്, നമുക്ക് നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന മാറ്റർ ഉണ്ട്. പിന്നെ എന്റെ കഥാപാത്രം പറഞ്ഞു. കഥാപാത്രം എനിക്കൊന്ന് ആദ്യം വേറെ ഏതോ കഥാപാത്രം അല്ലേ? അല്ല, രണ്ടെണ്ണം രണ്ട് സാധ്യതകൾ പറഞ്ഞു. സാധ്യതകൾ പറഞ്ഞു. നേരത്തെ ഇപ്പൊ ഞാനൊരു ദന്ത ഡോക്ടറാണ് ഞാനിപ്പം. പിന്നെ ഞങ്ങൾക്ക് അതിനകത്ത് ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ കാര്യം വെച്ചാൽ സ്വന്തം സ്വഭാവമായിട്ട് കുറച്ച് സാമ്യം ഉണ്ടെന്ന് കാരണം സിനിമ ചെയ്യുമ്പോൾ ആൾക്കാർ ഓഹോ ചിന്തിക്കരുത്. ഈ കാരിക്കേച്ചർ സ്വഭാവം ട്രെയിലറിൽ കാണിക്കുമ്പോ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഭയങ്കര കാരിക്കേച്ചർ സ്വഭാവം ഉണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ട്രെയിലർ പഞ്ചതന്ത്രം ഉണ്ടല്ലോ കമൽഹാസന്റെ, അതായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഭയങ്കരമായിട്ട് വന്നു. കാരണം ആ കാരിക്കേച്ചർ സ്വഭാവം ഉണ്ടല്ലോ എല്ലാ ക്യാരക്ടേഴ്സിനും. അല്ല, അത് ആ സിനിമയായിട്ടൊന്നും കമ്പയർ ചെയ്യണ്ട. നമ്മൾ അങ്ങനെ ഒരു സിനിമയായിട്ട് കമ്പയർ ചെയ്യണ്ട. കാരിക്കേച്ചർ സ്വഭാവമുണ്ട്. കാര്യം ഞാനിത് ജിത്തുവിനോട് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എല്ലാവരുടെയും സ്വഭാവ രീതികളും എല്ലാവരുടെയും പെരുമാറ്റവും എല്ലാം കുറച്ച് എക്സാജറേറ്റ് ചെയ്താണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഇത് റിയൽ ലൈഫിൽ സാധാരണ ആൾക്കാർ പെരുമാറുന്നതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു എക്സാജറേഷൻ ഉണ്ട് അതിനകത്തിൽ. അപ്പോൾ അതാണ് അതിൻ്റെ ഫണ്ണെന്ന് പറയുന്നത്. അപ്പം അതിന് എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ടത്. ഇപ്പം നമ്മൾ ബേസിലിൻ്റെ തുടങ്ങി എല്ലാ ആൾക്കാരുടെയും കഥാപാത്രങ്ങൾക്ക് ആ എക്സാജറേറ്റഡ് സ്വഭാവമുണ്ട്. അത് ട്രെയിലറിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പാർട്ടത് വിജയിച്ചു എന്നുള്ളതാണ്. അതിനകത്തിൽ ആൾക്കാർക്ക് ഓഡിയൻസിനത് ആ രൂപത്തിലാണ് ആൾക്കാർ എടുക്കുന്നതെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ജിത്തു പറഞ്ഞത്, നിങ്ങളിതിൻ്റെ ഒരു കഥയുടെ ഒരു ലോജിക്ക് അല്ലെങ്കിൽ ട്വിസ്റ്റ് അതല്ല നോക്കേണ്ടത്. ഇത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ ഉദ്ദേശിച്ച് ടോട്ടലി ഫണ്ണായിട്ടുള്ള ഒരു റൈഡാണിത്. അങ്ങനെയാണ് നമ്മളിത് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ ഈ ഇതിനകത്തിലേക്ക് നോക്കുമ്പോൾ ഇതിൽ 4 പേരുടെ സ്റ്റിൽസ് ഉണ്ടെന്ന് തോന്നുന്നു ബാക്കിൽ. ഈ 4 പേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, പരസ്പര ബന്ധവുമില്ല. അങ്ങനെയാണ് ഇതിന്റെ മനസ്സിലായില്ലേ. ഇനി അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ഒരു 3 പേരുണ്ട്. ആ 3 പേരിൽ 2 പേര് തമ്മിലേ ബന്ധമുള്ളൂ, മറ്റേ ഇത്. അപ്പൊ ഈ കഥാപാത്രങ്ങളൊന്നും തമ്മിൽ പരസ്പരമായി ഒരു രീതിയിലും കണക്ട് ചെയ്യാത്ത ആൾക്കാരാണ്. കാരണം ഇന്നിങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇവരൊന്നും ചിലപ്പോൾ ലൈഫിൽ കണ്ടുമുട്ടുക പോലും ചെയ്യില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെയാണ് ഈ കഥയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയാം. അതിന്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ലാലേട്ടൻ, എനിക്ക് നിങ്ങളോട് തോന്നുന്നത്, ഈ ലാലേട്ടൻ പറഞ്ഞത് ജിത്തു സാർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് സിനിമ പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെയാണ് ഈ ഒരു ഹ്യൂമർ സിനിമ എടുക്കുമ്പോഴും? ഞാനിപ്പോ 12th മാനും ചെയ്തു. അതൊരു ത്രില്ലർ ജോണറിലുള്ള പടമായിരുന്നു. ഇത് ചെയ്തപ്പോ പുള്ളി അങ്ങനെ ത്രില്ലർ സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടും ഈ സമയത്ത് ഭയങ്കര ഹ്യൂമർ പറഞ്ഞും അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നോർമൽ ആയിട്ട് തന്നെ ത്രില്ലർ സിനിമ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. പ്രോസസ്സിനോട് സീരിയസ് ആയിരിക്കും. പ്രോസസ്സിനോട് സീരിയസ് ആയിരിക്കും. അല്ലാണ്ട് അത് വിചാരിച്ചിട്ട് നമ്മളെ കാണുമ്പോൾ ചിരിക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, മുഖം കുറിപ്പിച്ചേക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ഈ പ്രൊമോഷൻ മെറ്റീരിയൽ ലാലേട്ടനെ പറയാനുള്ള കാരണം എന്താണെന്നറിയാം, അദ്ദേഹത്തെ പോലെ ഒരാളുടെ അടുത്ത് പോയി അവിടെ പോയി കുഞ്ഞിട്ടാക്കളി കളിക്കാൻ പറ്റത്തില്ല. നമ്മൾ വളരെ ബഹുമാനത്തോടും അത് ലാൽസാർ ഇതൊക്കെ പറയും. അതാണ് വ്യത്യാസം. ലാൽസാർ ആ മുഖമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനവും ഇത് അത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ. അതിപ്പോ ലാൽസാർ അല്ല, വേറെ ഇപ്പം ഞാൻ ബോഡി ചെയ്തപ്പം ഋഷി സാറ്, ഞാനൊരു അച്ഛൻ്റെ സ്ഥാനത്ത് വെച്ചാണ് അദ്ദേഹത്തോട് ഞാൻ ബിഹേവ് ചെയ്തിരുന്നത്. അതിന് വലിയ കാര്യമായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ബഹുമാനത്തോടും സ്നേഹത്തോടും ഒരു കൗതുകത്തോടും കൂടെ മാറി നിന്ന് കാണാനാണ് കൂടുതൽ ഇത്. എന്നാൽ ലാൽസാർ ജോക്ക് പറയുമ്പോൾ ഞാനത് ചെയ്യും. പക്ഷെ അവിടെ പോയി ലാൽസാറിന്റെ അടുത്ത് ജോക്ക് അടിക്കാൻ മനസ്സിലായോ ആ ഒരു ഇതുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ അടുത്ത് നിന്ന് എന്ത് ജോക്ക് വേണേലും അടിക്കാമല്ലോ. അതുകൊണ്ട് ലാൽസാറിന്റെ ആ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഭയങ്കര തമാശക്കാരനാണ്. ശരിക്കും അത് ഭയങ്കര എപ്പോഴും ഭയങ്കര ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പം ഈ മൈ ബോസ് ഒക്കെ എഴുതിയ ഒരാള് ഇത്ര ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ത്രില്ലറുകൾ ഉണ്ടാക്കുന്നു. ശരിക്കും റിയൽ ലൈഫിൽ ജിത്തു ജോസഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യത്തിനാണ്. അല്ല, ബേസിക്കലി ഞാൻ ഭയങ്കരമായിട്ട് ഫൺ ഇഷ്ടപ്പെടുന്ന, എപ്പോഴെങ്കിലും സമയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമഡി പ്രോഗ്രാംസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. പിന്നെ എപ്പോഴും ഏതൊക്കെയോ സമയത്ത് അറിയാതെ ക്രിമിനലായി മാറുന്നു. എനിക്കറിയില്ല. ഈ ആക്ടേഴ്സിന് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നത് ഒരു വലിയ കാര്യമാണല്ലോ. കാരണം ഈ പ്രചോദ് കലാഭവനെ കൊണ്ട് അന്ന് ഈ പറഞ്ഞ പോലെ
ഡിറ്റക്റ്റീവില് വില്ലനാക്കുക, അല്ലെങ്കിൽ ശ്രീകുമാറെ കൊണ്ട് അങ്ങനത്തെ ഒരു വേഷം മെമ്മറീസിൽ ചെയ്യിക്കാം. ഇതൊന്നും ഈ കൺവെൻഷനൽ ചെയ്യുന്ന ഒരു പരിപാടികളല്ല. ശരിക്കും ആ ഒരു പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്. എനിക്ക് ഒരു സ്വഭാവമുണ്ട്, നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ല. എന്നോടൊരാള് അങ്ങനെ ചെയ്യരുത്, അല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യാൻ നോക്കും. ഈ പറഞ്ഞ പോലെ അന്നൊക്കെ ഉണ്ടായിരുന്നു ടെലിവിഷനിലുള്ളവരെ എടുക്കരുത്, ടെലിവിഷനിലുള്ളവർ വന്നു കഴിഞ്ഞാൽ നമ്മള് അന്ന് മറ്റേ ആശാശരത്തിനെ കാസ്റ്റ് ചെയ്തു. എന്തെങ്കിലും എനിക്കത് ഞാൻ എൻ്റെ അടുത്ത് ഒരു പടത്തില് പറഞ്ഞു, ഞങ്ങളൊരു പുതിയ എന്താ പറയാ ഒരു ആർട്ട് ഡയറക്ടറെ ഞാനിങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ 1-2 പേര് വന്നിട്ട് പറഞ്ഞു, അല്ലല്ല അവൻ ഭയങ്കര പ്രശ്നക്കാരൻ അങ്ങനെയാന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ അവനെ തന്നെ വെച്ചു. കാരണം അവന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവും, അതുകൊണ്ടാണ് ഇവർക്ക് ഇഷ്ടപ്പെടാതെ. ഞാൻ അവനെ തന്നെ വെച്ചു. പിന്നെ അവൻ്റെ കൂടെ 2-3 പടം ഞാൻ ചെയ്തു. സതീഷ് കുറുപ്പ് ഇങ്ങനെ അൺലക്കി ക്യാമറമാൻ. എക്സാക്ട്ലി ഒരാൾ വന്നിട്ട് പറഞ്ഞു, സതീഷ് ഒരു ഭാഗ്യമില്ലാത്തല്ലോ, അൺലക്കി ക്യാമറമാനാന്ന് പറഞ്ഞു. കാരണം ഇത് രസമെന്ന് വെച്ചാൽ ഞാൻ സതീഷൂടെ ആദിയുടെ ഇതിനു വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് പോവാം. അപ്പൊ ഞാൻ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ചോറുമ്പതി കൊണ്ട് പോകുന്നൊരു പരിപാടിയുണ്ട്. അപ്പൊ ഞങ്ങള് ബാംഗ്ലൂർ എടുക്കാറായപ്പോൾ നിർത്തി വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പം സതീഷിനോട്, അല്ല ചേട്ടൻ സത്യം പറഞ്ഞാൽ അത് എന്നെ ഈ ഇതിൽ വെക്കാൻ കാരണം എന്താന്ന്. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ ഭയങ്കര അൺലക്കി ക്യാമറമാനാന്ന് ആൾക്കാർ പറഞ്ഞു. അപ്പൊ ചേട്ടനത് അറിയാമായിരുന്നു. എന്റെ പേടി മുഴുവൻ ചേട്ടന് കേട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഇതിൽ വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. ഒരാൾ അത് പറഞ്ഞു, അല്ല ഇത് ചെയ്തു. അപ്പം എനിക്കങ്ങനെ അതിന്റെ കാരണം മേ ബി ഞാനിത് പല ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ട് കോളേജിലൊക്കെ പഠിച്ച് സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ശേഖർ കപൂറിനെ മഹേഷ് ഭട്ട് ഇന്റർവ്യൂ ചെയ്യുന്നു. അതിനകത്ത് മഹേഷ് ഭട്ട് ശേഖർ കപൂറിനോട് ചോദിക്കും, ഡു യു ഹാവ് എനി മെസ്സേജ് ഫോർ ദ ബഡ്ഡിംഗ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ശേഖർ കപൂർ പറഞ്ഞൊരു കാര്യമുണ്ട്, if you want to be a successful director, go against the rules of the industry എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിന് നിയമങ്ങളൊന്നുമില്ല. ഇത് കുറച്ച് ആൾക്കാർ കുറേ നിയമം ഉണ്ടാക്കി വെക്കുന്ന, ആ നിയമം പൊളിച്ച് തന്നെ പോകണം. ഇപ്പം ഇവിടെ എനിക്കവിടെ മലയാള സിനിമയിലൊക്കെ സംഭവിച്ചു വരുന്നുണ്ട് പുതിയ ജനറേഷനിൽ. ഇവിടെ സ്ഥിരമായിട്ട് വില്ലൻ വേഷത്തിന് കുറേ ആള്, കോമഡി ചെയ്യാനൊരാള്, ഹീറോ ചെയ്യാനായിട്ടൊരാള്, ഇതെല്ലാം മിക്സപ്പ് ചെയ്ത് ചെയ്യണം. ഹീറോ ചെയ്യുന്നവർ വന്ന് വില്ലൻ വേഷം ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഫിലിം മേക്കേഴ്സിന്, റൈറ്റേഴ്സിനൊക്കെ എങ്ങനെ വേണ്ടി ഒരു കഥ തിരിച്ച് പല വഴി കൂടെ കൊണ്ടുപോകാൻ പറ്റും. മറ്റേതെന്നറിയോ, ഒരാളിങ്ങ് വരുമ്പോൾ ഇപ്പൊ കോമഡി തുടങ്ങും. കാരണം കൊമേഡിയനാണ്, ദേ ആർ ഓൾ ആക്ടേഴ്സ്. അങ്ങനെ കാണണം എന്നുള്ളൊരു ആഗ്രഹ വിശാലമായ ചിന്തയിലാണ് ഞാൻ. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തിയാവുന്നുള്ള എന്റെ സിനിമ ഞാൻ പ്രാവർത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കൂമൺലി സംഭവം ഉണ്ടല്ലോ, ഹന്ന റജീനെ നെഗറ്റീവ് ഷെല്ലുകൾ, അതെങ്ങനെയായിരുന്നു ആ ഡിസ്കഷൻ വന്നപ്പോ? അല്ല, അതിനകത്തില് ആ വില്ലൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ലേഡി എന്നല്ല, നമ്മൾ അങ്ങനത്തെ ഒരു ആളാണല്ലോ. അപ്പം നമ്മളത് സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പല ആർട്ടിസ്റ്റുകളെ നമ്മളൊരു ന്യൂ ഫേസ് വെക്കാം എന്നൊക്കെയുള്ളൊരു ആലോചന വന്നു. അപ്പോൾ ഈ ന്യൂ ഫേസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഓഡീഷനും ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ അതിലൊരു തൃപ്തി വരാതെയാണ് ഈ ഹന്ന റജിയിലേക്ക് നമ്മൾ എത്തിയത്. ബിൻചേട്ടൻ ഇപ്പോൾ ഓരോ സെറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ആ സെറ്റിന്റെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ശരിക്കും ജിത്തു സാറിന്റെ സെറ്റ് എങ്ങനെയാ പൊതുവെ? ഞാൻ ആദ്യമായിട്ടാണ് ജിത്തു സാറിനോട് വർക്ക് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഒരു അവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു പരിചയമില്ലാത്ത സെറ്റ് മാതിരി എനിക്ക് ഫീൽ ചെയ്യില്ല. സതീഷേൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തതാണ്, പിന്നെ ഷൈജിൻ്റെ കൂടെയും ഞാൻ വർക്ക് ചെയ്തതാണ്. അങ്ങനെ എനിക്ക് ഒരുവിധം അറിയുന്ന ആൾക്കാരാണ് അവിടെ മൊത്തമായിട്ടുള്ളത്. ഈ ഇംപ്രവൈസ് ചെയ്ത് ഭയങ്കര ഓവർ ദി ടോപ്പ് ആയി പോയ മൂമെന്റ്സ് ഉണ്ട് അങ്ങനെ. ലൈക്ക് നമുക്ക് സീന് പറഞ്ഞു തന്ന് ഇതാണ് എടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഫ്രീഡം തരികയാണ്. നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ള ടോട്ടൽ ഫ്രീഡം തരുന്നുണ്ട്. അപ്പം നമ്മൾ ഇംപ്രവൈസ് ചെയ്ത് അത് നല്ല ഇതിലാണെങ്കിൽ ഡയറക്ടർ അത് എടുക്കും, അല്ലെങ്കിൽ നമുക്ക് അത് കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ളത് ഡയറക്ടറിനെ ഒന്ന് പറഞ്ഞു. ഈ ഹ്യൂമറിന്റെ മീറ്റർ ഇപ്പോ ശരിക്കും എങ്ങനെ അത് ജഡ്ജ് ചെയ്യാൻ? ഒരു ഗട്ട് ഫീലിങ്ങിൽ പോകുന്നതാണ്. കാരണം എന്താണെന്നറിയോ, നമുക്കൊരിക്കലും ഞാൻ തിളക്കം സിനിമ വർക്ക് ചെയ്ത സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ലൈവായിട്ട് പെർഫോം ചെയ്യുമ്പോൾ, ഇപ്പം സലീം കുമാറായിരുന്നു ഇവരും എല്ലാവരും പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങളിരുന്ന് പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. ചില സീൻസ് വന്നപ്പോൾ ഞങ്ങളൊന്നും വലിയ ചിരിച്ചില്ല, ഞങ്ങൾക്ക് വലിയ ചിരിയൊന്നും വന്നില്ല. ഇതിനകത്ത് ഹ്യൂമർ ഉണ്ടോ എന്ന് വെച്ചാൽ. എന്നിട്ട് തിയേറ്ററിൽ കണ്ടപ്പം ഞങ്ങൾ ചിരിച്ച പലതിനും ആൾക്കാർ ചിരിച്ചില്ല, എല്ലാത്തിനും എന്നല്ല ചിലതിന്. ഞങ്ങൾ ചിരിക്കാത്തതിനും ആൾക്കാർ ഭയങ്കരമായിട്ട് കിടന്ന് ചിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിതൊരു പ്രോപ്പർലി ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഒരു പല പെർസ്പെക്റ്റീവിൽ ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ എനിക്ക് ഹ്യൂമറിനെ റിസീവ് ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പം നമുക്കൊരു കാര്യം കാണുമ്പോൾ നമ്മൾ ചിരിച്ചു, ഒരു ജഡ്ജ്മെന്റ്, പിന്നെ നമ്മൾ ചുറ്റിനും നോക്കും, അവരൊക്കെ. കൃഷ്ണകുമാർ ഈ വന്ന് കഥ എന്നോട് പറയും,
ഒരു ചെറിയ റിയൽ ലൈഫ് നടന്ന ഒരു സാധനമാണ് ഇതിന്റെ ബേസിക് തോട്ട്. അവിടുന്ന് കൃഷ്ണകുമാർ ഡെവലപ്പ് ചെയ്തൊരു സ്ക്രിപ്റ്റാണിത്. അപ്പോൾ അതിനോട് കഥ എന്ന് പറഞ്ഞു, പ്ലോട്ട് വന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ഇരുന്ന് അത് കേട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ട് ചിരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മോളിരിപ്പുണ്ട്, അവളും ചെറുതായിട്ട് ചിരിച്ചു. അപ്പം ഞാൻ കൃഷ്ണകുമാറിനോട് വോക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, മോള് രസമുണ്ടല്ലേ ഇതെന്ന് പറഞ്ഞു. ഒരു ഫീഡ്ബാക്കാണത്. നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചു. അതിപ്പോൾ ഹ്യൂമർ എന്നല്ല കേട്ടോ, നമ്മളെല്ലാ സ്ക്രിപ്റ്റും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ആവശ്യമാണ്. കാരണം ഞാൻ ഈ സിനിമ ചെയ്യുന്നത് എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഒരു ഫീഡ്ബാക്ക് എടുക്കണം. അപ്പം നമ്മുടെ ജഡ്ജ്മെൻറ്റ് എപ്പോഴും കറക്റ്റാണെന്ന് വിശ്വസിച്ച് പോകുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. അതുകൊണ്ടാണ് ഞാൻ ഫീഡ്ബാക്ക് എടുക്കുന്നത്. ആ ഫീഡ്ബാക്ക് എടുത്തിട്ട് പിന്നെ ആസ് എ ഡയറക്ടർ എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടാവണം. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, 10 അഭിപ്രായം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടും. നമ്മളിതെല്ലാം കൂടെ കേട്ടിട്ട് ഓക്കെ ഫിക്സ്. അപ്പം ഇതിൻ്റെ ക്ലൈമാക്സ് തന്നെ പല രീതിയിൽ ആലോചിച്ചു. ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ആദ്യമായിട്ടായിരിക്കും ഞാനൊരു സിനിമയുടെ ഒരു പ്രോപ്പർ ക്ലൈമാക്സ് ഫൈനലൈസ് ചെയ്യാതെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനും കൃഷ്ണകുമാർ ഡിസ്കസ് ചെയ്യുന്നു. അതിനകത്ത് ബേസിൽ ഇവരെല്ലാവരും വന്ന് ഇങ്ങനെ എഴുതിയിരുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, കൃഷ്ണകുമാർ എൻ്റെ പ്രോബ്ലം വെച്ചാൽ എനിക്ക് പ്രോപ്പർ ജഡ്ജ്മെൻറ്റ് കിട്ടുന്നതാണ്. അത് എനിക്ക് കൃഷ്ണകുമാർ ഒരു ഐഡിയ പറഞ്ഞു. ആ ഐഡിയ ബേസിലിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് അത്ര അങ്ങോട്ട് ഇതാകുന്നില്ല, ഇന്ന പ്രശ്നമില്ല ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിംഗ് ആംഗിളിൽ. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെ ലോജിക്കും അതും വെച്ച് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അവസാനം ഇവർ എൻ്റെ കൂടെ പറഞ്ഞു, ഇത് ഓക്കെയാണ്, ഇത് വർക്ക് ആവണം. ഞാൻ പറഞ്ഞു, അപ്പോൾ ഓക്കെ. അപ്പം ഞാൻ പകുതി വിശ്വസിച്ചു. പിന്നെ അത് ഷൂട്ട് ചെയ്ത് തീർന്ന് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ പറഞ്ഞത് കറക്റ്റായിരുന്നു. അതാ ചില സമയത്ത് നമുക്ക് ചില ഇങ്ങനെ ഒരു ഇത് വരാം, പ്രത്യേകിച്ച് ഹ്യൂമറിന്. നമുക്ക് ഒരിക്കലും ഇത് വർക്കാകും എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഇപ്പോൾ സിനിമ ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞങ്ങൾ റിലേ ചെയ്യുന്നത് ഇന്നവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് പേരെ കാണിച്ചപ്പോൾ അവരുടെ ഫീഡ്ബാക്ക് ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അക്ഷയ് കുമാർ പോലുള്ള ബിഗ് സ്റ്റാർ അടക്കം പറയുന്നുണ്ട്, കോമഡി ചെയ്യുമ്പോൾ ആളുകൾ ഭയങ്കര സിംപ്ലിഫൈഡ് ആയിട്ട് കാണാറുണ്ട്. അയ്യ അത് കോമഡി അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഹ്യൂമറിന് എപ്പോഴും ഒരു സെക്കൻഡറി വേർഷൻ ആണെന്നാണ് അദ്ദേഹം പോലും പറയുന്നത്. അപ്പോ എങ്ങനെ ആസ് എ മേക്കർ അങ്ങനത്തെ അങ്ങനെയുണ്ടോ? അങ്ങനെ ഹ്യൂമറിന് ഒരു സെക്കൻഡറി വേർഷൻ ആണോ? ഹ്യൂമർ ഏറ്റവും ബുദ്ധിമുട്ട് ഹ്യൂമറാണ്. അയ്യോ അത് ഹ്യൂമർ അല്ലേ എന്ന് പറഞ്ഞ് മാറ്റി വെക്കണമെങ്കിൽ ഒരു സീരിയസ് സിനിമ പോകുന്നതിന്റെ ഇടയ്ക്ക് വരുമ്പോഴായിരിക്കും. അല്ലാതെ ഒരു ഹ്യൂമർ സിനിമയ്ക്കകത്ത് പോകുമ്പോൾ അത് ഹ്യൂമർ അല്ലേ എന്ന് പറഞ്ഞ് മാറ്റി. ഇപ്പൊ നുണക്കുഴിക്കകത്ത് അത് ഹ്യൂമർ അല്ലേ എന്ന് ചോദിക്കുന്നതല്ലോ, ഹ്യൂമറാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ ചില സീരിയസ് സിനിമകൾ അതിനകത്ത് വല്ല ഹ്യൂമർ ചെയ്താൽ നമ്മൾ അയ്യോ അത് ഹ്യൂമർ അല്ല, നമ്മളത് ഇതിനകത്ത് സെറ്റ് ആവില്ലോ എന്ന് പറയാം. പിന്നെ അല്ലാതെ ഒരു ആക്ടർ സീരിയസ് വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ, അല്ല ഒരു ആക്ഷൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ ഹ്യൂമർ ചെയ്തുകൊണ്ട് അത് ഹ്യൂമർ അല്ലേ എന്ന് പറയുന്നവരുടെ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകുന്നില്ല. ഏറ്റവും അഭിനയിച്ച് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ഹ്യൂമർ. നല്ല ഹ്യൂമർ ചെയ്യുന്ന ആർട്ടിസ്റ്റിനൊക്കെ ഒരുമാതിരി എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റും, എല്ലാ ഇതും ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും ഹ്യൂമർ ചെയ്യാൻ പറ്റത്തില്ല. എത്രയോ നല്ല ആക്ടേഴ്സ് ഉണ്ട് ഹ്യൂമർ ചെയ്യാൻ, അല്ലെങ്കിൽ അവര് ആഗ്രഹം ഉണ്ടായിട്ടും പറ്റാത്തവരുണ്ട്. അതായത് വേറൊരു ഹ്യൂമർ ചെയ്യൽ അത്ര എളുപ്പമല്ല. കാരണം മലയാളത്തിലെ ഈ ക്യാരക്ടർ ആർട്ടിസ്റ്റുകളിലെ ഒരു പ്രധാനപ്പെട്ട പോർഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാം ഹ്യൂമർ സിനിമകളാണ് നമ്മളെ അവരുമായിട്ട് ഭയങ്കര കണക്ട് ചെയ്യിച്ചത്. ഇപ്പം പപ്പുച്ചേട്ടനായാലും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനായാലും ശങ്കരാടി ചേട്ടനായാലും പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നെടുമുടി വേണിച്ചേട്ടൻ, ഇങ്ങനെ എത്രയോ ഇവരെല്ലാം ലെജൻസ് ആയിട്ട് ഇങ്ങനെ മലയാള സിനിമയിൽ നിൽക്കുന്നത് നമ്മൾ ഹ്യൂമർ കണ്ടാണ്. ഇവരുടെ ഹ്യൂമറാണ് നമ്മളെ ഇവരിലേക്ക് അടുപ്പിച്ചത്. അങ്ങനെയുള്ള അവർ ക്യാരക്ടർ ഇഷ്ടംപോലെ മറ്റു വേഷങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഹ്യൂമർ എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റിനെ പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുന്നതിൽ ഹ്യൂമറിന് വലിയ പങ്കുണ്ട് തീർച്ചയായും. അല്ലാതെ ഹ്യൂമർ ചെയ്യാൻ വലിയ പാടാണ്. ഹ്യൂമർ എഴുതി ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കാനും പാടാണ്, അത് പെർഫോം ചെയ്ത് ചിരിപ്പിക്കാനും പാടാണ്. ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഓഡിയൻസ് ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല, അത് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. പാളിപ്പോയ ഇതുപോലെ ചളിയായി പോകും. അതാണ് ഭയങ്കര പ്രശ്നം. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടത്. എന്ത് കോമഡിയാണ് ഇപ്പൊ ഈ അച്ഛൻ്റെ കാര്യം പറയുമ്പോഴേ ഇപ്പോഴും അതിന്റെ ഒരു ഇമ്പാക്ട് ഭീകരാണുള്ളത്. എവിടെ ചെന്നാലും ഈ പറഞ്ഞ അപ്പൊ ആ ഒരു റെക്കഗ്നൈസേഷൻ ഉണ്ടല്ലോ ഈ ഹ്യൂമർ തന്നിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും രജിസ്റ്റേർഡ് ആയിട്ടുള്ള. ശരിക്കും അത് ശരിക്കും ചിലപ്പോ സിനിമകൾ എടുക്കുമ്പോൾ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുന്നുണ്ടോ? അത് ഭയങ്കരമായിട്ട് ഉണ്ട്. പ്രത്യേകിച്ച് ഹ്യൂമർ ക്യാരക്ടർ ആണെങ്കിൽ ഒരു കമ്പാരിസൺ എന്തായാലും വരൂലേ. അപ്പൊ അത് ഭയങ്കര പേടിയുണ്ട്. ബിനു ഇപ്പം ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു ഹ്യൂമർ ഹ്യൂമറൊക്കെ ചെയ്യുന്നത് അങ്ങനെ. അപ്പം അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ അതുമല്ല, അത് ഭയങ്കര കമ്പാരിസൺ ഒക്കെ വരുന്നതിനെ കൊണ്ട് ഭയങ്കര പേടിയാണ്. കാരണം നമ്മളെ രീതിക്കാണ് അത് ചെയ്യുന്നത്. കാരണം ആ രീതിക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ
അച്ഛൻ ചെയ്തമാര് ചെയ്യാനൊന്നും ശ്രമിച്ചില്ല. അല്ല, അത് ശ്രമിക്കും. അതത്രേ അത് ശ്രമിക്കാൻ വേണ്ട. അല്ല അത് വേണ്ട, അല്ല നടക്കൂല. അല്ല വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ ഹ്യൂമർ വേഷങ്ങൾ കുറച്ചാണ് ഇല്ല, അങ്ങനെ വേണ്ടതൊന്നും വെച്ചിട്ടില്ല. കാരണം വെച്ചിലേക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഏതൊരു ആർട്ടിസ്റ്റിനും ലൈക്ക് ഹ്യൂമർ ചെയ്യാനാണ് ഭയങ്കര ആഗ്രഹമുള്ളത്. അപ്പൊ നമുക്ക് നായകനല്ല വില്ലനല്ല, ഹ്യൂമർ ചെയ്ത ആൾക്കാരെ ചിരിപ്പിക്കാൻ അവർ ഭയങ്കരമായിട്ട് ആൾക്കാരായിട്ട് ഇപ്പം സാർ പറഞ്ഞ ഒരു കണക്റ്റഡ് ആവും, ഭയങ്കരമായിട്ട് അവരായിട്ട് ക്ലോസ് ആവും. കാരണം അത് ഇപ്പോഴുള്ള ആർട്ടിസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇവരൊക്കെ പെട്ടെന്ന് എങ്ങനെയാണ് ഇപ്പൊ ഈ എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഈ ക്ലിപ്സും ഈ കോമഡി ക്ലിപ്സ് ഒക്കെ വരുന്നത് അവരെ വേഗം റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ആ ഹ്യൂമറിനെ കൊണ്ടാണ്. അത് നിങ്ങൾ ഒരിക്കൽ ചിരിപ്പിക്കുന്ന ആളെയല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, കരയിപ്പിക്കുന്നവരെയാണോ? അല്ലല്ലോ. ഷാജാന്റെ ഇപ്പോഴത്തെ ഒരു പ്രോസസ് എങ്ങനെയാണ്? സിനിമ എടുക്കുമ്പോഴും അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോഴൊക്കെ എന്റർടൈൻമെന്റ്. നമ്മളെ ഒരു സിനിമ എന്റർടൈൻ ചെയ്യിപ്പിച്ചാൽ ഇപ്പൊ ഇവിടെ വർക്കൗട്ട് ആയിരിക്കുന്ന സിനിമകൾ, ഹിറ്റ് ആയിരിക്കുന്ന സിനിമകളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പം മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ഒരു സിനിമ ഹിറ്റ് ആവുന്നത്. അപ്പോൾ ആ സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. അപ്പോൾ ഞാനൊരു കഥ കേൾക്കുമ്പോഴത്തേക്ക് എന്നെ എന്റർടൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വർക്കൗട്ട് ആവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയിട്ടാണ് നമ്മൾ ഒരു സിനിമകൾ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അകത്തും ഇപ്പം വി ആർ ഹ്യൂമൻസ്, നമുക്ക് ചിലപ്പം തെറ്റുകൾ പറ്റാം. ഇപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ പടങ്ങളും ഓടുന്നൊന്നുമില്ല, കുറച്ച് പടങ്ങൾ ഹിറ്റ് ആവുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം നമുക്കുടെ ഇതിലേക്ക് വരുവാണെങ്കിൽ കൃഷ്ണകുമാർ ഇത് നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു എന്റർടൈൻമെന്റ് കിട്ടി. പുള്ളി തുടങ്ങിയപ്പോൾ തൊട്ട് തീർത്തവരെ എനിക്ക് ചിരിക്കാൻ പറ്റി. സോ ദാറ്റ് മീൻസ് ദാറ്റ് അതൊരു ഒരു ഫുൾ ഫൺ മിക്സ് ചെയ്തിട്ടുള്ളൊരു എന്റർടൈനറാണ്, കോമഡി എന്റർടൈനറാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ജിത്തു ജോസഫ് ഹീസ് എ ബ്രാൻഡ് നൗ. ഓക്കെ, ഇതൊരു ഡെബ്യൂട്ടന്റ് ആണെങ്കിൽ നമ്മുടെ വേറൊരു ഇത് പോവും. ഇത് നല്ലൊരു സ്ക്രിപ്റ്റ് ആണ്, ഇത് അങ്ങനെ തന്നെ നല്ലപോലെ മേക്ക് ചെയ്യുമോ എന്നുള്ളൊരു സാധനം പോകും. പക്ഷേ ഇപ്പം ജിത്തു ഓൾറെഡി പല ജോണേഴ്സും അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഐ ഹാവ് ഓൾറെഡി വർക്ക് വിത്ത് ഹിം ഇൻ 12th Man. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കൃഷ്ണകുമാറായിരുന്നു 12th Man എഴുതിയത്. സോ രണ്ടുപേരും കൂടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു കോൺഫിഡൻസ് ഓൾറെഡി ഉണ്ട്. സോ 75% ജോബ് ഡൺ ആണ്. പിന്നെ നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ്, നമുക്ക് റിപ്പീറ്റിഷൻ വരാത്ത രീതിയിലുള്ള ക്യാരക്ടർ ആയിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം എവറിത്തിങ് വാസ് ഇൻ ഫേവർ ഓഫ് മീ. ഈ പ്രൊമോ മെറ്റീരിയൽസിൽ എത്രത്തോളം ജിത്തു ജോസഫ് ഒരു ടച്ച് ഉണ്ട്? ഈ മമ്മിയന്മി മുതൽ ഭയങ്കര ഐക്കോണിക് ആണല്ലോ ആ പോസ്റ്ററും ആ ട്രെയിലറൊക്കെ ആ ടൈമിലൊക്കെ. പ്രൊമോ മെറ്റീരിയൽസ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് എൻ്റെ വലിയ ടച്ച് നമ്മൾ കളക്റ്റീവായിട്ടുള്ളൊരു ഇതാണല്ലോ. ഇതിപ്പോൾ നമ്മളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിത് എല്ലാവർക്കും ഇടും. കൃഷ്ണകുമാറിന് ഇടും, നമ്മുടെ ടീമിലുള്ള ഇടും. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ പോസ്റ്റർ ഇത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടതാണ്. വേറെ ചില പോസ്റ്ററിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട സാധനം നമ്മളൊരു ഫസ്റ്റ് ലുക്ക് ആക്കി വിട്ടു. അതൊരു കളക്റ്റീവായിട്ടുള്ള ഒരു ഇതാണ്. കാരണം ഞാൻ മമ്മിയാൻമി ചെയ്യുന്ന സമയത്ത് എൻ്റെ ചുറ്റിനും ഇതുപോലെ എനിക്കിങ്ങനെ ഒത്തിരി ഫീഡ്ബാക്സ് എടുക്കാവുന്ന ആൾക്കാരെ ഇല്ല. കാരണം ഞാൻ വന്നത് ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒന്നുമല്ല. എൻ്റെ രണ്ടാമത്തെ പടം അധികം ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് നമ്മുടെ ഒരു ബേസിക് ധാരണ വെച്ച് ഒരു ഗട്ട് ഫീലിംഗ് വെച്ച് പോകുന്നു. പിന്നെ കുറേ ഇത്രയും വർഷത്തെ ഒരു യാത്രയ്ക്ക് ശേഷം എന്താ പറയുക, ജനറേഷൻ്റെ ഒരു ചേഞ്ച് ഉണ്ട്. ഇത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു ടേസ്റ്റിലേക്ക് ഞാൻ 100% ഒരു മനുഷ്യന് മാറാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താം. അതെങ്ങനെയാണ് വരുത്തുന്നത്? അവരുടെ പ്രൊഡക്ട്സ്, ഇപ്പോൾ വരുന്ന സിനിമകൾ, അവരുണ്ടാക്കുന്ന സിനിമകൾ കാണുക, അവരുമായിട്ട് സംവേദിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു സാധനം എന്താ പറയുക വർക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കൃഷ്ണകുമാർ തന്നെ ഇപ്പോൾ ഒരു വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ കൃഷ്ണകുമാർ എന്നോട് അല്ലല്ല എൻ്റെ അല്ല, വേറൊരു സ്ക്രിപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞു വെച്ചാൽ കുറച്ചുകൂടി യൂത്തിൻ്റെയാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് യൂത്ത് ആൾക്കാരുമായിട്ട് സംസാരിക്കുകയാണ്, അവരുടെ ഭാഷകൾ. ഞാൻ അങ്ങനെയാണല്ലോ ഈ സിനിമ എപ്പോഴാണെന്നറിയോ നമ്മുടെ ഇന്ന് അകന്നു പോകുന്നത്. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധാരണ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് വന്ന് നമ്മൾ സിനിമ ചെയ്ത് പതുക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി കഴിയുമ്പോൾ ഇവരുമായിട്ടുള്ള കോണ്ടാക്ട് പോകും. പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു പഴയ ഭംഗി നഷ്ടപ്പെടും. കാരണം എന്താ പറയുക, ആ കണക്ഷൻ വിട്ടുപോവാണ്. അത് ചെയ്യരുത്. നമ്മളിപ്പോൾ ഇത് ചെയ്താലും സാധാരണക്കാരിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല കഥകളും നമുക്കതിൻ്റെ ഒരു പൾസ് കിട്ടും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പ്രൊമോഷണൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ടീമായിട്ട് നിന്ന് ഡിസ്കസ് ചെയ്ത് പല അഭിപ്രായങ്ങളും ട്രെയിലറിലൊക്കെ വരുമ്പോഴോ. കാരണം ഈ നേരിന്റെ ട്രെയിലർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നല്ലോ ആ സിനിമയ്ക്ക്. കാരണം ഭയങ്കര പ്രോമിസിങ് ട്രെയിലർ ആയിരുന്നു ഈ നേരിനുണ്ടായിരുന്നത്. മൈ ബോസിന്റെ ട്രെയിലർ ഇപ്പോഴും ആളുകൾ കാണുമ്പോൾ അതിലൊരു സിനിമയുണ്ട് എന്ന് പറയുന്ന ഒരു ഭയങ്കര നമ്മൾ എന്നാ ഇപ്പൊ ഈ ട്രെയിലറിന്റെ കട്ട്സ് ഇട്ടിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് കട്ട് ഉണ്ടാവും. ആ കട്ട്സ്
എടുത്ത് അയക്കും. ഇപ്പൊ ഇതിന്റെ ട്രെയിലർ നമ്മൾ കട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യം കൃഷ്ണകുമാറിന് അയച്ചു, ബേസിലിന് അയച്ചു, എൻ്റെ ബാക്കി കുറച്ച് ഫ്രണ്ട്സിന് അയച്ചു, ഫീഡ്ബാക്ക് എടുക്കും. എൻ്റെ ചേട്ടൻ്റെ മകനുണ്ട്, അവൻ ആദ്യം വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇതിനകത്ത് അല്ല അങ്കിളെ ഇതിനകത്ത് ഇന്ന സാധനങ്ങൾ മിസ്സുണ്ട്. കൃഷ്ണകുമാറിൻ്റെ പിള്ളേർ വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളവർ അപ്പോൾ പറഞ്ഞു മോൾ ഇങ്ങനെ പറഞ്ഞു മോനെ. അപ്പം ഞാൻ പറഞ്ഞു അപ്പം നമ്മൾ ആ യൂത്തിൻ്റെ ആ പ്രായത്തിലുള്ളവർ ഫീഡ്ബാക്സ് എടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കത്തില്ല. അപ്പോൾ ബിഫോർ ഈ കൺക്ലൂഡ്, അപ്പോൾ റാം എന്ന് വരും എന്നുള്ളതിന് ഒരു പ്രൊഡ്യൂസറോട് ചോദിക്കുക. അല്ല, കഴിഞ്ഞ ദിവസം ഒരു ലെവൽ ക്രോസിന്റെ പ്രൊമോഷൻ വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, റാം പ്രൊഡ്യൂസറോട് ചോദിക്കുക. അതാണ് ഞാൻ ലാസ്റ്റ് റാമിന്റെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് നാളെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാരണം ഞങ്ങളെല്ലാം റെഡിയാണ്, എപ്പൊ പ്രൊഡ്യൂസർ റെഡിയാവുന്നു അപ്പം നമ്മൾ ചെയ്യും. ഇപ്പോഴും ഈ ദിലീപേട്ടനായിട്ട് സംസാരിച്ചപ്പോഴും ഒരു സിനിമയെ പറ്റിയിട്ട് ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പൊ ദിലീപേട്ടൻ പറഞ്ഞു അധികം അങ്ങോട്ട് വൈകിക്കേണ്ട, ആൾക്കാർ മറന്നു എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോ അങ്ങനത്തെ ഒരു സിനിമ പണിപ്പുരയിലുണ്ട് ശരിക്കും പറഞ്ഞ ആലോചനയിലുണ്ട്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത് എന്താ പറയാ, ഒരു സ്ക്രിപ്റ്റ് ആയാൽ മാത്രമല്ല നമുക്കത് പ്രൊജക്ട് ഇതെന്ന് പറയുള്ളൂ, ഒരു ആലോചനയിൽ ഉണ്ട്. വിൻചേട്ടന്റെ ഒരു ഫോട്ടോ ഭയങ്കര ട്രെൻഡ് ആയിരുന്നല്ലോ ഈ ഇടയിൽ, ലാലേട്ടനായിട്ടുള്ള ഫോട്ടോ. ഞാൻ പെട്ടെന്ന് വേറെ രീതിയിൽ അപ്പൊ ശരിക്കും ആ ഫോട്ടോ എടുത്തപ്പോ ഉള്ള ഒരു മറ്റേ മെമ്മറീസ് എന്തായിരുന്നു? അത് ഞാൻ എടുക്കാൻ വേണ്ടിട്ട് പോയി നിന്നതല്ല, ഞങ്ങള് ഒന്ന് പിൻഗാമിയുടെ സമയത്ത് കോഴിക്കോട് ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ലൊക്കേഷനിൽ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ എടുത്തൊരു ഫോട്ടോ. അപ്പം ഞാനിപ്പം L360 ഷൂട്ടിന്റെ സമയത്ത് ഞാൻ സീൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ്. ഞാൻ സീൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇതാണ് നമ്മൾ ഇതാണ് എടുക്കുന്നതാണ്, പുള്ളി ഇങ്ങനെ നാളെ എന്താ മോനെ എടുക്കുന്നതെന്ന് വെച്ചിട്ട് ഇങ്ങനെ വർത്തമാനം പറയുന്നത് അവിടുന്ന് ആരോ ഫോട്ടോ എടുത്ത് അതെനിക്ക് പിന്നെ അയച്ചു തന്നപ്പോൾ ഞാനത് രണ്ടും വെച്ചിട്ട് ഞാൻ ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഏട്ടായിരുന്നു, അല്ലാണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതൊന്നും അല്ല. അടിപൊളി ഫോട്ടോ ആയിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ നുണക്കുഴി August 15 തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ ജിത്തു ജോസഫ് സിനിമകൾ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല. നുണക്കുഴിക്കും അങ്ങനെ ഒരു ചരിത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈമിംഗ്. താങ്ക് യു.